പാലക്കാട് മണ്ണാർക്കാട് ക്ഷേത്രത്തിന് നേരെ ആക്രമണമുണ്ടായ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആരോപണം. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ 2 പേരെ പിടികൂടിയിരുന്നു. അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന്റെ കവാടവും വാതിലും ഉൾപ്പെടെ അടിച്ചു തകർക്കുകയായിരുന്നു. ദിവ്യാംഗനായ പൂജാരിക്ക് നേരെയും ആക്രമണമുണ്ടായി. വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും. അരുൺ, ഈ ആക്രമണമുണ്ടായ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഇതിൽ വലിയ ഗൂഢാലോചനയും വലിയ അട്ടിമറിയും ഉണ്ട് എന്നാണ് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും ഒരുപോലെ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അരുൺ? ഗൗതം, തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി 1 മണിക്കാണ് ഈ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന എനിക്ക് പുറകിലായിട്ട് കാണുന്ന പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന് മുന്നിലെ ഫ്ലക്സ് ബോർഡുകൾ തകർത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വാതിലും അതുപോലെ തന്നെ കിണറിലെ മോട്ടർ ഉൾപ്പെടെയൊക്കെ തകർക്കുകയായിരുന്നു. വിഗ്രഹം എടുത്തെറിയാൻ വേണ്ടി ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയായിട്ട് ഉയരുന്നത്. മാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഈ ക്ഷേത്രത്തിലെ പൂജാരി താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ പൂജാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ദിവ്യാംഗനായ വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിന് നേരെ കല്ലേറുണ്ടാവുകയും പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരാകെ പരിഭ്രാന്തരായി വളരെയേറെ അവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് 2 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹംസ, ചൂരിയോട് സ്വദേശിയായ ഹംസ, അതുപോലെ തന്നെ ചൂരിയോട് സ്വദേശിയായ സജീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിന് പിന്നിലൊരു ജിഹാദി ആക്രമണമാണ് ഇത് എന്നുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റി പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സംഭവത്തിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തന്നെയാണോ നിങ്ങൾ കണക്കൂട്ടുന്നത്? തീർച്ചയായിട്ടും ഇതിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം പക്ഷേ ഇതുവരെ 2 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 2 പേരല്ല. ഇതിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആദ്യം 2 പേര് ഇവിടെ കടന്നു വരികയും ഏകദേശം 1 മണിക്ക് കടന്നു വന്ന് 3 മണി വരെ ഇവിടെ ആക്രമണം അഴിച്ചു വിട്ടിട്ട് 3 മണി കഴിഞ്ഞ് മൂന്നാമതൊരാൾ വന്നിട്ടാണ് ഇവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മൂന്നാമതൊരാൾ വന്നിട്ട് ഇനി മതി നിർത്ത് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അപ്പോൾ അവരാരോ പറഞ്ഞു വിട്ട 2 പേരാണ് ഇവിടെ വന്നതെന്നാണ് അതിനർത്ഥം. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടിലോ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലോ ഒന്നും ഇങ്ങനെ ഒരു മൂന്നാമതൊരാളുടെ പേരോ അതിനെക്കുറിച്ച് പരാമർശവും ഇല്ല. അപ്പോൾ അതിൽ നമുക്ക് ശക്തമായ അതിൽ പ്രതിഷേധമുണ്ട്. നമ്മൾ പോലീസിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ട് മൂന്നാമതൊരാളുടെ അത് മൂന്നാമതല്ല വേറെയും ആളുകളുണ്ട്. ഇതിൻ്റെ ശക്തമായ അന്വേഷണം നടക്കണം. ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണം. ഇവർ പറ്റില്ലെങ്കിൽ NIAയുടെ അന്വേഷണം വേണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഗൂഢാലോചന ഉൾപ്പെടെ വിശദമായ അന്വേഷണം വേണമെന്നാണ് ഇതിൻ്റെ പിന്നീട് ഇത് ആദ്യമായിട്ട് തിരിവളർത്തിയത് ഈ വാർഡിലെ മെമ്പറായ മുച്ചിരിപ്പാടൻ അബൂബക്കറാണ്. അയാളെ കൂടി ഇതിന് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മെമ്പർക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നാണ് നിങ്ങൾ സംശയിക്കണം? അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും അവരാണ് ആദ്യം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തിലേക്ക് ഇതുപോലൊരു ആക്രമണം അഴിച്ചുവിടാൻ പാടില്ല എന്നുള്ളതാണ്. ശക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ ആക്രമണത്തിന് കാരണം? എന്താണ് കാരണം പറഞ്ഞാൽ അവർ മതി ഇവിടെ എന്നുള്ളത് അത്ര പറഞ്ഞ്, അതായത് ഹിന്ദുക്കൾ ഇവിടെ വേണ്ട എന്നുള്ളതാണ് പറഞ്ഞ്. അതായത് ഇവിടെ അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അതാണ് കേട്ട്. പിറ്റേ ദിവസം വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കും അമ്പലത്തിൽ ഇട്ടിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരി കൊളുത്തിയത് മെമ്പറാണ്. അത് ശക്തമായി അന്വേഷണം വേണം. അയാളെ ചോദ്യം ചെയ്യണം. പോലീസ് ശക്തമായ നടപടി എടുക്കണം. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. 2 പേരല്ല, മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്നുള്ളത് തന്നെയാണ്. മുഴുവൻ പ്രതികളെയും പിടികൂടണം എന്നാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. സമിതിയുടെ കീഴിലുള്ള അമ്പലമാണ്. സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രമാണ്. അപ്പോൾ സമിതി ഇനി ഇവിടുന്ന് ഭാവി പരിപാടികൾ ഇവർ ശക്തമായ രീതിക്ക് നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നും അതിനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭത്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമാഫിയയ്ക്കും ഇതിനൊരു പങ്കുണ്ടോ? ഭൂമാഫിയയ്ക്കാണ് അതിൽ ഏറ്റവും വലിയ പങ്ക്. കാരണം ഇവിടെ കുറേ സ്ഥലങ്ങൾ വാങ്ങലും വിൽക്കലും ഈ അമ്പലം കാരണത്തല്ല നടക്കണില്ല. അത് കാരണം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മറവിലാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല സമയത്തും ഇതിൻ്റെ മുമ്പ് ഇതേപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങളുണ്ട്. എന്തായാലും ഈ അമ്പലത്തിൽ പൂജാരി പറയുന്ന ആൾ ഒരു വികലാംഗനായ ഒരാളാണ്. പോരാത്തത് 75 വയസ്സായ അച്ഛൻ, 65 വയസ്സായ അമ്മ, അവർ 3 ആൾ താമസിക്കുന്ന വീടാണ്. ആ വീട്ടിൽ കയറിയിട്ടാണ് പല പ്രാവശ്യം ആക്രമിക്കാനും മറ്റുള്ളവരും കയറിയത്. അതുകൊണ്ട് അത് എന്തായാലും ശക്തമായിട്ട് നമ്മളിത് എതിർത്തേ തീരുള്ളൂ. പിടിക്കാനുള്ള ആൾക്കാരെ ഇനി പിടിക്കണം. ഇനിയും 2 ആളല്ല, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട്. അവരെന്തായാലും എന്ത് ബുദ്ധിമുട്ടിയാലും അവർ പിടിക്കണം. പോലീസിൻ്റെ അപാകത പാടില്ല. പോലീസ് ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെന്തോ ഇതിൽ മൂന്നാമത്തെ ആളെ പിടിച്ചിട്ടില്ല. അത് പിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ശക്തമായിട്ടും.
അതുതന്നെയാണ്. ഏതായാലും ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ആണെങ്കിലും നാട്ടുകാരുടെ ആണെങ്കിലും ഒക്കെ ആവശ്യം ഈ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ പോലീസ് 2 പേരെ മാത്രമാണ് പിടികൂടിയിരിക്കുന്നത്. 2 പേരല്ല, ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്. ഈ വന്ന് ആക്രമിച്ച ആളുകൾ ആ 2 പേരെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിലും അവരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്താനുണ്ടായ കാരണം എന്നുള്ളത് അത് ചിലർ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്തതാണ് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്തെ വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഇതിനു മുൻപ് ഒരു ആക്രമണത്തിന് വേണ്ടിയുള്ള ശ്രമം അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ക്ഷേത്രത്തിന് നേരെ ഒരു അതിക്രമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മെമ്പർക്ക് ഉൾപ്പെടെ ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായി പോലീസ് അന്വേഷിച്ച് നടപടി എടുക്കണം എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനിപ്പിച്ച മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ് ഈ ക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു താലിബാൻ സ്വഭാവം കാണിക്കുന്ന ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ക്ഷേത്രം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ലോകത്തെവിടെയാണെങ്കിലും ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്ക് ആധിപത്യമുണ്ടായി കഴിഞ്ഞാൽ അത് ഗ്രാമമാകട്ടെ, നഗരമാകട്ടെ, ഒരു രാഷ്ട്രമാകട്ടെ, ഒരു സംസ്ഥാനമാകട്ടെ, അവിടെ അവർക്ക് മേധാവിത്വം 1% ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ മറ്റു വിശ്വാസങ്ങളൊന്നും തന്നെ വേണ്ട എന്ന നിലപാടാണ് ഇക്കൂട്ടർ ലോകത്തെല്ലായിടത്തും കാട്ടുന്നത്. അപ്പോൾ ഇത്ര ഗുരുതരമായി ഒരാക്രമണം ഒരു ക്ഷേത്രത്തിന് നേരെ ഉണ്ടാകുന്നു, അവിടുത്തെ പൂജാരിയുടെ വീടിന് നേരെ കല്ലെറിയുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ പോലീസ് സംവിധാനം നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. കേവലം 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്ഷേത്രം ആക്രമിക്കുന്ന ഘട്ടത്തിൽ കേവലം 2 പേര് ചേർന്ന് എന്തായാലും ഇത്തരം ഒരു ഗൂഢാലോചന നടപ്പാക്കുകയോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയോ ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ക്ഷേത്ര ഭാരവാഹികൾ ആരോപിക്കുന്നത് പോലെ പോലീസ് ഈ വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണല്ലോ അരുണാലത്തൂർ. ഗൗതം, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഈ പ്രദേശത്ത് ഏതാനും വീടുകളാണ് ഉള്ളത്. തൊട്ടടുത്ത് ഒരുപാട് ഭൂമികൾ വിൽക്കാനായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റ് മതസ്ഥരായ ആളുകൾ, പ്രത്യേകിച്ച് ഈ പ്രദേശം എന്നുള്ളത് മണ്ണാർക്കാട് നഗരത്തിന് അടുത്തായിട്ട് അല്ലെങ്കിൽ മണ്ണാർക്കാട് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റ് ഭൂമികൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് വാങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്രത്തെ തകർക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഭൂമി കച്ചവടം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ കൂട്ടർ കണക്ക് കൂട്ടുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ ക്ഷേത്രത്തിനടുത്ത് വീട് വെച്ച് അവർക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഭയം ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇവിടെ ഭൂമി വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല എന്നതും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഗൗതം പറഞ്ഞു വന്ന കാര്യത്തിലൊക്കെ വരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു നിസ്സംഗത പല കാര്യങ്ങളിലും നമുക്കും പ്രകടമായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞു. കല്ലടിക്കോട് പോലീസിൽ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ബന്ധപ്പെട്ടപ്പോൾ പോലീസ് യാതൊരു വിഷയങ്ങളും പറഞ്ഞു നൽകുന്നില്ല, മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. തുടർന്ന് SIയെ ഫോൺ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ SIയുമായി ബന്ധപ്പെട്ട് CIയെ ബന്ധപ്പെടാൻ പറഞ്ഞു. CIയെ ബന്ധപ്പെട്ട് CI ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമായിരുന്നു. ഒടുവിൽ മണ്ണാർക്കാട് DYSP വിളിച്ചപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ പേര് വിവരങ്ങളെങ്കിലും നൽകാൻ ഇവർ തയ്യാറായത് എന്നുള്ളതാണ്. ഏതായാലും ഈ 2 പ്രതികളുടെ പേര് വിവരങ്ങൾ നൽകി എന്നതിനപ്പുറം അവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങളോ ഒന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തുവിടാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം പൊതുവിൽ ഉണ്ട്. ഏതായാലും ഈ നാട്ടുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇപ്പോൾ പോലീസ് ഒരു നടപടിയെടുത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ഇത്രയേറെ മുറിവേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പേരിന് 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്. അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ വാർഡ് മെമ്പറുടെ ഉൾപ്പെടെ പങ്ക് വിശദമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള വിവിധ ഹിന്ദു സംഘടനകളുടെയും ആവശ്യം അതുതന്നെയാണ്. പാലക്കാട് മണ്ണാർക്കാട് ഹൈന്ദവ ക്ഷേത്രത്തിന് നേരെ ജിഹാദി ആക്രമണം ഉണ്ടായിരിക്കുന്നു. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിലിനും അതുപോലെ തന്നെ വിഗ്രഹത്തിനും നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും നിസ്സംഗ മനോഭാവം രൂപപ്പെടുകയാണ്. കേവലം 2 പേരെ മാത്രമാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് ക്ഷേത്ര കമ്മിറ്റി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.